ഹായ്, ഇന്നത്തെ വീഡിയോ കേരള സിലബസ് 10ാം ക്ലാസ്സിലെ മാത്സിൻ്റെ 6th ചാപ്റ്റർ ട്രിഗ്നോമെട്രി ഇതിലെ ടെക്സ്റ്റ് ബുക്കിലെ 125ാമത്തെ പേജിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് എന്ന് ചെയ്യുന്നത്. 5th ക്വസ്റ്റ്യൻ. എ ബോയ് 1.5 meters tall standing at the edge of a canal sees the top of a tree on the other edge at an angle of elevation of 80 degree. Stepping 15 meters back, he saw it at an angle of elevation of 40 degree. How wide is the canal and how tall is the tree? 1.5 മീറ്റർ ഉയരമുള്ള ഒരു കുട്ടി ഒരു കനാലിൻ്റെ ഒരു സൈഡിൽ നിൽക്കുന്നു. അപ്പുറത്തെ സൈഡിലുള്ള മറുകരയിലുള്ള ഒരു മരത്തിൻ്റെ മുകൾ ഭാഗം 80 ഡിഗ്രി മേൽക്കോണിൽ കാണുന്നു. 15 മീറ്റർ പുറകോട്ട് നടന്നിട്ട് നോക്കുമ്പോൾ അത് 40 ഡിഗ്രി മേൽക്കോണിലും കാണുന്നു. കണ്ടുപിടിക്കേണ്ടത് കനാലിൻ്റെ വീതി എത്ര, അതുപോലെ മരത്തിൻ്റെ ഉയരം എത്ര. അപ്പോൾ ഇത് രണ്ട് ഇക്വേഷൻ ആക്കിയിട്ട് വേണം നമുക്ക് ചെയ്ത് നോക്കാം. ഇവിടെ ഇപ്പം നമ്മൾ ഫിഗർ വരച്ചു. നമുക്ക് പേര് കൊടുക്കാം. എ ബി സി ഡി ഇ, ഈ പോയിന്റ് എഫ് എന്ന് കൊടുക്കാം. ഇവിടെ താഴേക്ക് വരും. അപ്പോൾ ഇവിടെ ഈ ഡി മുതൽ ഇ വരെയുള്ള ഉയരത്തിന് എച്ച് എന്ന് പേര് കൊടുക്കാം. കനാലിൻ്റെ വീതി ഈ എഫ് മുതൽ ഡി വരെയുള്ള ഇത് നമുക്ക് എക്സ് എന്ന് കൊടുക്കാം. ഈ ഹൈറ്റ് 1.5 മീറ്റർ, ഇത് 1.5 മീറ്റർ. ഈ എ എഫിൻ്റെ നീളം 15 മീറ്റർ. 15 മീറ്റർ പുറകോട്ട് വന്നു. അപ്പോൾ ഇവിടുത്തെ ആംഗിള് 80 ഡിഗ്രി, ഈ ആംഗിള് 40 ഡിഗ്രി. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഡയറക്റ്റ് നമുക്ക് വാല്യൂ ഒന്നുമില്ല. അപ്പോൾ ഈ എച്ച്, ഈ രണ്ട് ട്രയാങ്കിളും, അതായത് ഇ എ ഡി എന്ന് പറയുന്ന ഈ ട്രയാങ്കിളിലും ഇ എഫ് ഡി എന്ന് പറയുന്ന ഈ ട്രയാങ്കിളിനും എച്ച് കോമൺ ആണ്. ഇനി ഇവിടെ ഈ 80 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡാണ് എച്ച്, അതിൻ്റെ അഡ്ജസ്റ്റൻ്റ് സൈഡാണ് എക്സ്. അതുപോലെ ഈ 40 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡാണ് എച്ച്, അഡ്ജസ്റ്റൻ്റ് സൈഡ് ഈ എക്സ് പ്ലസ് 15 ആണ്. അപ്പോൾ നമുക്കിവിടെ ഈ രണ്ട് ട്രയാങ്കിളിനകത്തുന്നു ഡയറക്റ്റ് നമുക്ക് വാല്യൂ എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ എച്ച് രണ്ടിനും കോമൺ ആണ്. അതുകൊണ്ട് എച്ച് ഇസ് ഈക്വൽ ടു എന്നുള്ള ഇക്വേഷൻ ഉണ്ടാക്കും. എന്നിട്ട് ആ രണ്ട് ഇക്വേഷനെയും കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് എക്സിൻ്റെ വാല്യൂ എച്ചിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം. ആദ്യം ടാൻ 80 ഡിഗ്രി ഈ ട്രയാങ്കിൾ എടുക്കുന്നു ഈക്വൽ ടു അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് എച്ച് ആണ്. എച്ച് ബൈ എക്സ് എന്നെടുത്തു. ഇനി ടാൻ 80 ഡിഗ്രിയുടെ വാല്യൂ 5.6713 ഈക്വൽ ടു എച്ച് ബൈ എക്സ് ആണ്. ഇനി എക്സിനെ നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുന്നു. 5.6713 എക്സ് ഈക്വൽ ടു എച്ച് എന്ന് എഴുതി. എച്ചിൻ്റെ വാല്യൂ അറിയത്തില്ലാത്തതുകൊണ്ട് ഇതിൻ്റെ ബാക്കി നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ഇതിനെ ഇക്വേഷൻ നമ്പർ 1 എന്ന് പറഞ്ഞ് അവിടെ വെച്ചു. ഇനി അടുത്ത ട്രയാങ്കിൾ ഇ എ ഡി എന്നുള്ള ട്രയാങ്കിൾ എടുക്കുന്നു. അവിടെ നമുക്ക് ടാൻ 40 ഡിഗ്രി ഈക്വൽ ടു എച്ച് ബൈ ഇവിടുത്തെ അഡ്ജസ്റ്റൻ്റ് സൈഡ് ഈ എക്സും ഈ 15 മീറ്ററും കൂടെ കൂട്ടുന്നതാണ്. അത് എക്സ് പ്ലസ് 15 എന്നെടുക്കും. ഇനി ടാൻ 40യുടെ വാല്യൂ 0.8391 ഈക്വൽ ടു എച്ച് ബൈ എക്സ് പ്ലസ് 15. ഇനി അതിനെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുന്നു. 0.8391 ഇൻറ്റു എക്സ് പ്ലസ് 15 ഈക്വൽ ടു എച്ച് എന്ന് കിട്ടുന്നു. ഇനി അതിനെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. സാധാരണ പോലെ എക്സ് കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യാം, 15 കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 0.8391 പ്ലസ് 0.8391 ഇൻറ്റു 15 12.5865 എന്ന് കിട്ടുന്നു. അത് ഈക്വൽ ടു എച്ച് ആണ്. അപ്പോൾ ഇത് നമ്മൾ ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കുന്നു. ഇനി നമുക്ക് രണ്ട് ഇക്വേഷനെ സോൾവ് ചെയ്താൽ എക്സ് വെച്ചും കണ്ടുപിടിക്കാം. ഇനി നമ്മൾ രണ്ട് ഇക്വേഷൻ എടുക്കും. ഫ്രം ഇക്വേഷൻ 1 and 2 ഇവിടെ 5.6713 എക്സ് അതാണ് എച്ച് ഈക്വൽ ടു. ഇനി എച്ചിൻ്റെ നമുക്ക് അടുത്ത രണ്ടാമത് കണ്ടുപിടിച്ച വാല്യൂ, രണ്ടാമത്തെ ഇക്വേഷനിലെ വാല്യൂ 12.865 പ്ലസ് 0.8391 എക്സ് ആണ്.
ഇനി എക്സ് ഉള്ള ടേമിനെല്ലാം ഒരു സൈഡിലേക്ക് മാറ്റുന്നു, ഈ വാല്യൂ അവിടെ നിൽക്കുന്നു. അപ്പോൾ 5.6713x മൈനസ് 0.8391x ഈക്വൽ ടു 12.5865 എന്ന് കിട്ടുന്നു. ഇതിനെ മൈനസ് ചെയ്താൽ നമുക്ക് 4.8322x ഈക്വൽ ടു 12.5865 എന്ന് കിട്ടുന്നു. അതിൽ നിന്നും therefore x ഈക്വൽ ടു 12.5865 ഡിവൈഡഡ് ബൈ 4.8322. x ഈസ് ഈക്വൽ ടു ഇതിനെ ഡിവൈഡ് ചെയ്താൽ 2.6047 എന്ന് കിട്ടും. അപ്പോൾ എക്സിൻ്റെ വാല്യൂ നമുക്ക് കിട്ടി. ഇനി നമുക്ക് അത് എക്സ് എന്ന് പറയുന്നത് ഇവിടെ ഫിഗറിൽ നോക്കാം. ഇതാണ് നമ്മുടെ വിഡ്ത്ത് ഓഫ് ദ കനാൽ, ഇതാണ് എക്സ്. അപ്പോൾ നമുക്ക് ആൻസർ എഴുതാം. വിഡ്ത്ത് ഓഫ് ദ കനാൽ ഈസ് ഈക്വൽ ടു 2.6047 മീറ്റർ. ഇപ്പോൾ ഒരു ക്വസ്റ്റിൻ്റെ ആൻസർ ആയി. ഇനി നമുക്ക് ഈ എക്സിൻ്റെ വാല്യൂ ഉപയോഗിച്ച് എക്സിൻ്റെ വാല്യൂ എച്ചിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ 5.6713x ഈക്വൽ ടു എച്ച് എന്നാണ്. അപ്പോൾ അവിടെ നമുക്ക് എക്സിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എച്ചിൻ്റെ വാല്യൂ കിട്ടും. അപ്പോൾ എച്ച് ഈസ് ഈക്വൽ ടു 5.6713 ഇൻറ്റു എക്സിൻ്റെ വാല്യൂ 2.6047 ഈക്വൽ ടു അത് 14.77 എന്ന് കിട്ടുന്നു. എച്ച് ഈസ് ഈക്വൽ ടു അപ്പോൾ എച്ച് എന്ന് പറയുന്നത് ഇ മുതൽ ഡി വരെ, ഡി മുതൽ ഇ വരെയുള്ള നീളമാണ്. ഇനി മരത്തിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ഈ 1.5 കൂടെ ചേർക്കണം. സി മുതൽ ഇ വരെയുള്ള ഡിസ്റ്റൻസ് ആണ് ഹൈറ്റ് ഓഫ് ദ ട്രീ. ഹൈറ്റ് ഓഫ് ദ ട്രീ ഈക്വൽ ടു ഈ എച്ച് പ്ലസ് 1.5 ആണ്. ഈക്വൽ ടു എച്ചിൻ്റെ വാല്യൂ 14.77 പ്ലസ് 1.5 ഈക്വൽ ടു 16.27 മീറ്റർ എന്ന് നമുക്ക് കിട്ടി. അപ്പോൾ ഹൈറ്റ് ഓഫ് ദ ട്രീ കിട്ടി. ഇനി നമ്മൾ ചെയ്തത് ഇവിടെ നമുക്ക് രണ്ട് ട്രയാങ്കിൾ ഉണ്ട്. ഒരു സൈഡിൻ്റെ ലെന്ത് പോലും വ്യക്തമായിട്ട് തന്നിട്ടില്ല. ഈ ഡിസ്റ്റൻസ് മാത്രമാണ്, ഈ 15 മീറ്റർ മാത്രമാണ് നമുക്ക് തന്നിട്ടുള്ളത്, ഈ രണ്ട് ആംഗിളും. അപ്പോൾ നമ്മൾ ചെയ്ത് ആദ്യം ഈ ഒരു ട്രയാങ്കിളിനെ പരിഗണിച്ചു. ഈ ട്രയാങ്കിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് എച്ച് ആണ്, അതിൻ്റെ അഡ്ജസ്റ്റൻ്റ് സൈഡ് എക്സ് ആണ്. അപ്പോൾ എക്സ് ബൈ എച്ച് എന്ന് നമ്മൾ ടാൻ 80 ഡിഗ്രി എക്സ് ബൈ എച്ച് എന്നെടുത്തു. അതിനുശേഷം എച്ച് ഈസ് ഈക്വൽ ടു ഒരു ഇക്വേഷൻ ഉണ്ടാക്കി അവിടെ വെച്ചു. അതിനുശേഷം ഈ അടുത്ത ട്രയാങ്കിൾ, ഈ വലിയ ട്രയാങ്കിൾ എടുത്തു, 40 ഡിഗ്രി ആംഗിൾ. അപ്പോൾ ടാൻ 40 ഡിഗ്രി ഈക്വൽ ടു ഇവിടെ എച്ച് ബൈ ഇതിൻ്റെ അഡ്ജസ്റ്റൻ്റ് സൈഡ് എക്സ് പ്ലസ് 15 ആണ്. അങ്ങനെ അവിടെ നിന്നും എച്ച് ഈസ് ഈക്വൽ ടു എന്നൊരു ഇക്വേഷൻ ഉണ്ടാക്കി. അപ്പോൾ ഈ രണ്ട് ട്രയാങ്കിളിലും നമുക്ക് എച്ച് ഈസ് ഈക്വൽ ടു എന്നാണ് നമ്മൾ ഇക്വേഷൻ ഉണ്ടാക്കി വെച്ചത്. അപ്പോൾ എച്ച് രണ്ട് ട്രയാങ്കിളിലും കോമൺ ആയതുകൊണ്ട് ആ എക്സ് ഈക്വൽ ടു എന്നുള്ള ഇക്വേഷൻ അകത്തുനിന്നും അതിനെ സോൾവ് ചെയ്തുകൊണ്ട് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചു. കാരണം രണ്ട് ഇക്വേഷനിലും എക്സ് ഉൾപ്പെടുന്ന ഇക്വേഷനാണ്. അതിൽ നിന്നും അത് രണ്ടും ഈക്വൽ ആണ് എന്ന് ചെയ്തുകൊണ്ട് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചു. അങ്ങനെ എക്സ് ആണ് നമുക്ക് വിഡ്ത്ത് ഓഫ് ദ കനാൽ, അത് കിട്ടി. പിന്നെ ആ ഇക്വേഷനിൽ തന്നെ, അതിൽ ഒരു ഇക്വേഷനിൽ, ഏത് ഇക്വേഷനിൽ വേണമെങ്കിലും എടുക്കാം, നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ ചെറുതായതുകൊണ്ട് ആ ഇക്വേഷനിൽ ഈ എക്സിൻ്റെ വാല്യൂ എക്സിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് എച്ചിൻ്റെ വാല്യൂ കിട്ടി. അപ്പോൾ എച്ച് എന്നുള്ളത് ഈ ഹൈറ്റ് ആണ്. പിന്നെ തറയിൽ നിന്നാണ് നോക്കുന്നത്, അപ്പോൾ കുട്ടിയുടെ ഉയരം കൂടെ കൂട്ടണം. അപ്പോൾ നമ്മൾ പരിഗണിച്ച ട്രയാങ്കിൾ 1.5 മീറ്റർ മുകളിലാണ് നമ്മൾ ട്രയാങ്കിൾ വരച്ചത്. അപ്പോൾ ഈ എച്ച് കിട്ടി. എച്ചിൻ്റെ കൂടെ ഈ 1.5 മീറ്റർ ഹൈറ്റും കൂടെ ചേർത്ത് നമുക്ക് 16.27 മീറ്റർ ആണ് ഹൈറ്റ് ഓഫ് ദ ട്രീ കിട്ടിയത്. അങ്ങനെ ഹൈറ്റ് ഓഫ് ദ ട്രീയും വിഡ്ത്ത് ഓഫ് ദ കനാലും നമ്മൾ കണ്ടുപിടിച്ചു.